അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്വ ചങ്ങായിമാർ ചുമ്മത്താൽമാർ കേക്കട ഒരു വിഷയമായിട്ടിക്കട് ഈ പാമ്പുടെ കിനാവ് കണ്ടെങ്കിൽ എന്തിനായിട്ടിക്കട് വ്യാഖ്യാന പലേ നംത്തുല് ചുണ്ടങ്ങ ഉള്ളാറ് പേടിപ്പാട്ടങ്ങ ഉള്ളാറ് അപ്പൊ എന്തിനായിട്ടിക്കട് അതിലെ യഥാർത്ഥ വ്യാഖ്യാനായിട്ടിക്കട് ഇണ്ട് നാ നിങ്ങളൊട്ടിക ചൊല്ലത് അൽഹംദുലില്ലാ. ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചുമ്മത്താൽമാറും കേട്ടാറ് ഞങ്ങളെ ക്ലാസ്സിൽ പിറുസ വെക്കിടങ്ങ അത് ഇത്തരം ആൽമാറുകൾ എത്തുമാട്ടി കൊടുക്കിടങ്ങ അതിരക്കിൽ ചുമ്മ വിഷയ ചൊന്നിട്ട് ദ്വാർക്കൊണ്ടു ഏൽപ്പിച്ചങ്ങ അർഹമുർ റാഹിമീനായ റബ്ബ് അങ്ങലെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഹൈറായ സന്തോഷമുള്ള ജീവിതം പടച്ചോൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്വ ചങ്ങായിമാർ ഒരു പാമ്പുടെ കിനാവ് കണ്ടെങ്കിൽ എന്തിനായിട്ടിക്കട് വ്യാഖ്യാനം ചൊല്ലയ്ക്ക് മുന്നലായിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് രണ്ട് വിഷയം ചൊല്ലുകൊണ്ട് ഒന്നാമത്തത് ഈ ഒരു വ്യാഖ്യാന എൻ്റെ സ്വന്തം അഭിപ്രായമല്ല, മഹാനായിട്ടുള്ള മുഹമ്മദ് ഇബ്നു സീരീൻ, അബ്ദുൽ ഗനിയുൻ നാബൽസി തുടങ്ങിയിട്ടുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള കിനാവുടെ വ്യാഖ്യാനിക്കിടെ മഹാന്മാർ ചൊന്നകടിക്കത്തെ വ്യാഖ്യാനമായിട്ടിക്കിടെ നാ നിങ്ങളൊട്ടിക ചൊന്നുകൊണ്ടുള്ളത്. അതേപോലെ ചില പേടിക്കിടെ ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത കിനാവ് കാണേണ്ടതുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ വിഷയത്തിൽ ചൊന്നത് ഇളാഫത്തുൻ ഇല ശൈത്താൻ, ശൈത്താന്റെ ഭാഗത്തിൽ നിന്നുള്ള എനിക്കത്തെ ഒരു കിനാവായിട്ടിക്കിടെ ആ സമയത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചൊല്ല. ഇടത്തേ ഭാഗത്ത് എഞ്ചിട്ട് ഇടത്തേ ഭാഗത്ത് 3 വട്ട തുപ്പിയ പോലെ ആക്കുക. അതേപോലെ ഈ ഒരു കിനാവുടെ ആരെയും ചൊല്ലാണ്ടിക്ക. ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആയറുഹു ആ കിനാവ് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു നിലക്കുള്ള ഉപദ്രവം ഉണ്ടാവലാണ്ടായിട്ടിക്കടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാടി തന്നെ കണിക്കത്തൊരു വിഷയമായിട്ടിക്കടെ. ഇനി കിനാവ് പാമ്പുടെ കിനാവ് കണ്ടെങ്കിൽ എന്തിനായിട്ടിക്കടെ വ്യാഖ്യാനം പല നംത്തുലും ചൊല്ലങ്ങ ഉള്ളാർ. പക്ഷേ ഇതിൽ ഈ ഒരു പാമ്പുടെ കിനാവ് കണ്ടെങ്കിൽ അതിൽ ഹൈറും ഷർറും ഉണ്ടായിട്ടിക്കടെ. മഹാന്മാർ ചൊല്ലത് ഒരാൾ പാമ്പുടെ കിനാവ് കാണേണ്ടെങ്കിൽ ഹയ്യത്തുൻ ഫിൽ മനാമി അദുവുൻ ഔ ദൗലത്തുൻ ഔ കൻസുൻ ഔ ഇംറഅത്തുൻ ഔ വലദുൻ. അത് ഒന്നിരിക്കലോ ശത്രു ആയിട്ടിക്കോ, അല്ലെങ്കിൽ അയാൾക്ക് അധികാര സ്വാധീനം കിട്ടുന്നുണ്ടായിട്ടിക്കോ, ഔ കൻസുൻ അയാൾക്ക് നിധി സമ്പത്ത് ഉണ്ടാവുന്നുണ്ടായിട്ടിക്കോ, ഔ ഇംറഅത്തുൻ അല്ലെങ്കിൽ അയാളെ പെഞ്ഞായിട്ടിക്കോ, വലദുൻ അല്ലെങ്കിൽ മക്കായിട്ടിക്കോ. ഇങ്ങനെ പല നംത്തിലായിട്ടിക്കും അത് ഏത് രൂപത്തിലായിട്ടിക്കടെ അയാൾ കിനാവ് കാണേ അതനുസരിച്ചിട്ടായിട്ടിക്കടെ വ്യാഖ്യാനമുള്ളത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ നോക്കുക. മഹാന്മാർ ചൊല്ലാറ് വസ്സുഅബാനു ഇദാ ലം യഖഫ് മിൻഹു റജുലു ഖുവ്വതുഹു വദൗലത്തുഹു. ഒരാൾ പാമ്പുടെ കിനാവ് കാണ്ട് പക്ഷേ അയാൾക്ക് യാതൊരു പേടിയും ഉണ്ടാവില്ലാണ്ട് കണ്ടെങ്കിൽ അയാൾ ശക്തനാവണം, അയാൾക്ക് നല്ല സ്വാധീനം ഉണ്ടാവണം, അയാൾക്ക് അധികാരം കിട്ടിയിട്ട് മഹാന്മാർ ചൊല്ല വൽ ഹയ്യത്തു അദുവുൻ ദൂമാല്. നല്ല സാമ്പത്തികമായിട്ടുള്ള ശേഷിയുള്ള കഴിവുള്ള ആള് ഒരാളെ ഈ പാമ്പുടെ കിനാവ് കാണുന്നുണ്ടെങ്കിൽ അയാൾക്ക് ശത്രു ഉണ്ടായിട്ടിക്കടെ. ഒരാൾ പാമ്പുടെ കൊമ്പന്റെ പോലെ ഔത്ര ഉൽഗാക്കിട പോലെ കിനാവ് കാണുന്നുണ്ടെങ്കിൽ അയാളെ ശത്രു അയാളെ ചതിക്കോവേനായിട്ടുള്ള പ്രയത്ന ആക്കിയോണ്ടുണ്ടായിട്ടിക്കടെ. ഒരാള് പാമ്പുടിങ്ങനെ പിടിക്കുന്നതായിട്ടിക്കടെ അയാൾക്ക് കിനാവ് കാണുന്നുണ്ടെങ്കിൽ അയാളെ ശത്രു ഭാഗത്തിൽ നിന്നിട്ടുള്ള സമ്പത്തെല്ലാം അയാൾക്ക് വന്ന് ചേർന്നിട്ടായിട്ടിക്കടെ. വൽ ഹയ്യത്തു സ്വഗീറത്തു വലദുൻ. ഒരു കുഞ്ഞ് പാമ്പുടിയായിട്ടിക്കടെ കിനാവ് കണ്ടെങ്കിൽ അയാൾക്ക് മക്ക ഉണ്ടാവുണ്ടായിട്ടിക്കടെ. മക്ക ഇല്ലാത്ത ആളുകളെ മക്ക ഉള്ള ആളുകായിട്ടുണ്ടെങ്കിലും ഇനിയും അയാൾക്ക് മക്ക ഉണ്ടാവുണ്ടായിട്ടിക്കടെ. അതിന്റെ വ്യാഖ്യാനമായിട്ട് മഹാന്മാർ പഠിപ്പാട്ട് ഒരു ചത്ത പാമ്പുടിയായിട്ടിക്കടെ അയാൾ കിനാവ് കാണുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതാ ശത്രുണ്ട്, പക്ഷേ ആ ശത്രുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഷറുടെയും പഠിച്ചോണ്ട് തടയിടാണ്ടായിട്ടിക്കടെ. അതിന്റെ വ്യാഖ്യാന ഒരാള് അയാളെ ബെഡ്റൂമിൽ അയാളെ ബെഡ്ഷീറ്റിൽ ഒരു പാമ്പുടെ കൊള്ളുടെ പോലെ ആയിട്ടിക്കടെ അയാളെ കിനാവ് കാണേണ്ടെങ്കിൽ മാത്തത്തി ഇമ്രാത്തു അയാളെ പെഞ്ഞായി മരിക്കണ്ടായിട്ടിക്കടെ. ഒരാള് അതാ പാമ്പ് ഓടുവാട്ടിയോ പണ്ട് അയാളത് പേടിച്ചിട്ട് ഇങ്ങനെ ഓടിയോണ്ടുണ്ടെങ്കിൽ അയാളെ ശത്രു അയാളെ ചതിക്കുകയും അയാളെ
വഞ്ചന ആക്കുവാനായിട്ട് നിരന്തരമായിട്ട് പ്രയത്നിച്ചുകൊണ്ടുണ്ടായിരിക്കണേ അതിൻ്റെ വ്യാഖ്യാനം ഫൈൻ മഷത്ത് ബൈന യദൈഹി ഔ ദാറത്ത് ഹൗലഹു. ഇനി ഒരാൾ എതിരിലായിട്ടിക്കട് പാമ്പ് ഇങ്ങനെ നടക്കരുത്, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ചുറ്റിയോണ്ടുകൊണ്ട് കണ്ടെങ്കിൽ ഫൈന്നഹും അഅദാഉ യുഖാലിതൂനഹു വലാ യുംകിനുഹും മളറത്തുഹും. അയാൾക്ക് ശത്രുമാറുള്ളാറ്, പക്ഷേ ആ ശത്രുമാർക്ക് ഇയാളെ ഉപദ്രാക്കോ സാധ്യമാവില്ലാണ്ടായിട്ടിക്കടെ. ഇനി ഒരാളെ തോട്ടത്തിലായിട്ടിക്കടെ, എസ്റ്റേറ്റിലായിട്ടിക്കടെ ഈ ഒരു പാമ്പുങ്ങളെല്ലാം കാണരുത്. എന്തുകൊണ്ട് കണ്ടെങ്കിൽ അയാൾ ആ ഒരു തോട്ടത്തിൽ നല്ല കൃഷി ഉണ്ടാവണോ, അയാൾക്ക് അതിലൂടെ നല്ല ലാഭം ഉണ്ടാവണം. ഇതിലെ വ്യാഖ്യാനം അതായിരിക്കും ഫസ്റ്റ് ഞാൻ ചൊന്നു. ഇതിൽ ഖൈറും ഷർറും ഉണ്ടോട്ട് ഫസ്റ്റ് ചൊന്നു അതായിരിക്കട്ടെ. ഇനി ഒരാളെ ഔത്ര ഉൽഗ തദ്ഖുലു ബൈതഹു വതഖറുജു മിൻ ഗൈരി മളറത്തിൻ. ഒരാളെ ഔത്ര ഉൽഗ പാമ്പണ്ട് എന്ത് ഉപദ്രാക്കാണ്ട് അത് തിരിച്ചു പോകണ്ടോട്ട് ഇങ്ങനെ ഒരു കിനാവ് അയാൾ കാണുന്നുണ്ടെങ്കിൽ ഫൈന്നഹും അഅദാഉഹു മിൻ അഹ്ലി ബൈതിഹി വ അഖ്രിബാഹി. അയാളെ കുടുംബത്തിൽ അയാൾക്ക് ശത്രുമാർ ഉള്ളാറ് ചൊല്ലതിലെ ഒരു വ്യാഖ്യാനമായിട്ട് കാരണം അയാൾ ആ ഒരു ഉയർച്ച നോക്കിയിട്ട്, അയാളെ സാമ്പത്തികമായിട്ടുള്ള കഴിവ്, അയാൾ ആ ഒരു ഇംപ്രൂവ് നോക്കിയിട്ട് സഹിക്കുകവാണ്ട് നഞ്ചി പിടിച്ച കണിക്കത്തെ അസൂയ എന്ന് പറഞ്ഞ കണിക്കത്തെ ശത്രുമാർ അയാളെ കുടുംബത്തിൽ ഉള്ളാറിട്ടായിട്ട്. ഇനി ഔത്ര ഉൽഗത പ്രവേശിക്കില്ല, പുറത്തിൽ മാത്രമായിട്ടിക്കടെ പാമ്പിടെ കണ്ടെങ്കിൽ അത് അയാളെ കുടുംബത്തിൽ നിന്നിട്ടല്ല, ഇത്ര ആൾമാരായിട്ട് അയാൾക്ക് ശത്രുമാർ ഉള്ളാറിട്ടായിട്ടിക്കടെ. ഇതിലെ വ്യാഖ്യാനമായിട്ട് മഹാന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ടിത്തേണ്ടത് കാണേ. അതേപോലെ ഒരാളെ പെരടിയിൽ അത് ആ പാമ്പിടെ കാണ്ട് ആ പാമ്പിടെ അയാൾ എടുത്തിട്ട് 3 പീസാക്കിടതായിട്ടിക്കടെ കിനാവുൽ കാണേണ്ടെങ്കിൽ അയാളെ പെഞ്ഞായുടെ അയാൾ 3 തൊലാക്ക് ചൊല്ലുണ്ടായിട്ടിക്കടെ. ഇതിലെ വ്യാഖ്യാനമായിട്ട് മഹാന്മാർ നിങ്ങൾ പഠിപ്പാട്ടി തന്നെ ഇതെല്ലാമായിട്ടിക്കടെ ഒരു പാമ്പിടെ വ്യാഖ്യാനമായിട്ട് മഹാന്മാർ നിങ്ങൾക്ക് ചൊന്നു തന്നെ എനിക്കത്തെ വിഷയം. ഇനിയിപ്പോൾ നിങ്ങൾ ഔത്ര ചുറ്റുഭാഗത്തിൽ ഔത്ര ഉൽഗത്തിൽ പാമ്പിടെ ഉപദ്രവം എന്തുണ്ട് കണ്ടെങ്കിൽ മഹാന്മാർ ഒരു ആത്മീയമായിട്ടുള്ള പരിഹാരം ചൊന്തേണ്ടത് മഹാനായ ഇമാം മഹാനായ അഷ്ശേഖ് റിഫായി അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസുല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ എല്ലാ നാളും യാസീൻ ഓതേണ്ട കണ്ടെങ്കിൽ അയാൾ ഔത്ര ഉൽഗത്തുക ഈ ഒരു പാമ്പിടെ ഉപദ്രവം ഏതും ഇക്കലായിട്ടിക്കട. അതേപോലെ ഔത്ര ചുറ്റുഭാഗം എല്ലാം ക്ലീൻ ആക്കിയിട്ട് എപ്പോഴും നീറ്റായിട്ട് വെക്കണേന്ന് കണ്ടെങ്കിലും ഈ ഒരു ഉപദ്രവം ഉണ്ടാവലായിട്ട് മഹാന്മാർ പഠിപ്പാട്ടി തന്നെ എനിക്കെത്ത ഒരു വിഷയമായിട്ടിക്കടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശത്രുമാരിൽ നിന്നിട്ടും എല്ലാവിധ ഷർറിൽ നിന്നിട്ടും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമ്പത്തിനെയും ഞങ്ങളുടെ സ്വർത്തേയും എല്ലാത്തിൽ നിന്നും അള്ളാഹു തആല സലാമത്തിലാക്കി തരട്ടെ. പ്രത്യേകമായിട്ടുള്ള ഹിഫ്ള് കാവൽ പഠിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ സലാമത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.